എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ കരിയറിൽ ഞാൻ ഇങ്ങനത്തെ ക്യാരക്ടർ ആദ്യമായിട്ടാണ് പ്ലേ ചെയ്യുന്നത്. അപ്പോൾ ഇനി വരുന്ന ക്യാരക്ടർ എന്തായിരിക്കും എന്ന് എനിക്ക് അറിയില്ല. സോ അത് എനിക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അത് നമ്മൾ റിപ്പീറ്റ് ചെയ്യാതെ നോക്കണം. പക്ഷേ ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ എനിക്ക് ആദ്യമായിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ ഐ വിൽ ഹാവ് ദാറ്റ് വണി. ഫസ്റ്റ് ഓഫ് ഓൾ സിനിമ അടിപൊളിയായിരുന്നു. അപ്പോൾ മുരളിച്ചേട്ടൻ്റെ സ്ക്രിപ്റ്റിൽ ഇങ്ങനെ ഒരു കഥാപാത്രം ഏറ്റെടുക്കാനായിട്ടുള്ള കാരണം എന്താണ്? അത് ശാന്തി ഇതുവരെ ചെയ്യാത്തൊരു വേഷമായിരുന്നു ഈ സിനിമയിൽ ചെയ്തത്. അപ്പോൾ ഇങ്ങനെ ഒരു കഥാപാത്രം ഏറ്റെടുക്കാനുള്ള കാരണം എന്താണ്? അത് തന്നെയാണ് കാരണം. എല്ലാ ആക്ടേഴ്സിനും ആഗ്രഹം ഉണ്ടാവുമല്ലോ നമ്മൾ മുമ്പ് ചെയ്യാത്ത ഒരു കഥാപാത്രത്തിനെ അവതരിപ്പിക്കണമെന്ന്. അതുപോലത്തെ ഒരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. പിന്നെ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ മുരളീചേട്ടൻ എഴുതുന്ന കഥാപാത്രങ്ങളുടെ സ്ക്രീൻ ടൈം അനുസരിച്ചിട്ടല്ല അവരുടെ ഡെപ്ത് ഉണ്ടാവുക. ലിമിറ്റഡ് സീൻസ് ആണെങ്കിൽ പോലും അവർക്ക് ഒരു അവരുടേതായ ഒരു ജേർണി ഉണ്ടായിരിക്കും. പിന്നെ അവരുടേതായ പെർഫോമൻസിനുള്ള സ്പേസ് ഉണ്ടായിരിക്കും. മുരളീചേട്ടൻ എഴുതുന്ന സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞപ്പോൾ ഐ വാസ് വെരി എക്സൈറ്റഡ് ടു പ്ലേ എ ക്യാരക്ടർ ഇട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ടീമും ഭയങ്കര ഒരു ടെക്നിക്കലി സൗണ്ട് ഭയങ്കര ക്രിയേറ്റീവ്ലി സ്ട്രോങ് ആയിട്ടുള്ള ഒരു ടീമായിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ചെയ്തതിൽ വെച്ച ഏറ്റവും കമേഴ്ഷ്യൽ പടമാണ്, ഏറ്റവും ബിഗ് ബഡ്ജറ്റ് ലാർജ് ക്യാൻവസിലുള്ള പടമാണ്. എനിക്ക് സൗത്ത് ഇന്ത്യൻ ഇൻഡസ്ട്രിയിൽ കുറേ ആക്ടേഴ്സിന് കൂടെ വർക്ക് ചെയ്യാൻ കിട്ടിയ ഒരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എക്സൈറ്റഡ് ആയിട്ട്